അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലാണ്. ഇന്ന് തിരുവോണം നാൾ കോഴിക്കല്ല് മൂടലായിരുന്നു. അതിനുശേഷം ഇവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വേണാടൻ കൊടികൾ ഉയർത്തി. അപ്പോൾ കാളീഭക്തരെല്ലാവരും ആഘോഷത്തിമിർപ്പിലാണ്. മാത്രമല്ല ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്, അതായത് കോഴിക്കല്ല് മൂടുക എന്ന് പറയുന്നത് ഭഗവതി, അതായത് സാക്ഷാൽ ശ്രീഭദ്രകാളി കൊടുങ്ങല്ലൂരമ്മ ദാരികനമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു, അംഗം കുറിച്ചു എന്നൊക്കെയാണ് സങ്കല്പം. അപ്പോൾ അതിൽ ഇന്നത്തെ ചടങ്ങുകളെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ആദ്യം തന്നെ നേദ്യം കഴിഞ്ഞ് കോയ്മ പുറത്തു വന്ന് അനുവാദം കൊടുക്കുമ്പോൾ കോഴിക്കല്ല് ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് നേരെ വടക്ക് ഭാഗത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ആ കോഴിക്കല്ലുകൾ രണ്ടെണ്ണം, അതായത് ധർമ്മക്കല്ല് എന്ന് പറയുന്ന ആ കല്ലും മറ്റൊരു കല്ലും നേരെ ആ കുഴിയിലേക്ക് മറിച്ചിട്ടിട്ട് മൺകൂന പോലെയാക്കി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് ചെയ്യുന്നത് ഭഗവതി തറവാട്ടുകാരാണ്, അവരാണ് അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത്. അതിനുശേഷം അവർ തന്നെ ചുവന്ന പട്ട് വിരിക്കുമ്പോഴാണ് കോഴിക്കല്ല് മൂടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് പൂർത്തിയാവുന്നത്. അതിനുശേഷമുള്ള ചടങ്ങ് എന്ന് പറയുന്നത് കച്ചോളി തറവാട്ടുകാരുടെ അവകാശമാണ്. കച്ചോളി തറവാട്ടുകാർ 3 കോഴികളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. കച്ചോളി തറവാട്ടിലെ കോഴികളുണ്ടോ എന്ന് 3 തവണ വിളിച്ചു ചൊല്ലുമ്പോൾ കോഴികളുണ്ട് എന്ന് പറഞ്ഞ് ആ തറവാട്ടിലത്തെ മുതിർന്ന ആളുകൾ 3 കോഴികളെ കോഴിക്കല്ലിൽ സമർപ്പിക്കും. അതിനുശേഷം ഇവിടെ വേണാടൻ കൊടികൾ ഉയരും. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഭരണിപ്പാട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓൾറെഡി കോഴിക്കല്ല് മൂടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദേവിയുടെ ഭക്തരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമരങ്ങൾ വരുന്നുണ്ട്. ബാക്കി എല്ലാ ഭക്തരും ഇവിടെ പട്ട് വിരിച്ചു തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത ചടങ്ങുകൾ എന്ന് പറയുന്നത് 19-ാം തീയതി ഉത്രട്ടാതി ഗുരുതി കീഴ്ക്കാവിൽ നടക്കുന്നുണ്ട്. 20-ാം തീയതി രേവതി വിളക്കാണ്. രേവതി വിളക്ക് എന്ന് പറയുന്നത് സർവ്വദോഷങ്ങളും മാറാൻ വൈകിട്ടുള്ള ആ ഒരു രേവതി വിളക്ക് കാണുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഭഗവതി യുദ്ധം ജയിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് രേവതി വിളക്ക് തെളിയിക്കുന്നത്. അതിനുശേഷം പിന്നെ അശ്വതി നാളിൽ ഉച്ചയ്ക്ക് 12 മണി വരെ സാധാരണ ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കുള്ളൂ. 12 മണിക്ക് ശേഷം ഭഗവതിക്ക് യുദ്ധത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ പരിക്കിൻ്റെ ആ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ തൃച്ചന്ദനച്ചാർത്ത് പൂജ നടക്കും. അതിനുശേഷം പിന്നെ അശ്വതി കാവതീണ്ടലാണ്. അശ്വതി കാവതീണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലപാട് തറയിൽ വന്ന് തമ്പുരാൻ ചുവന്ന പട്ടുകുട ഉയർത്തി കാണിക്കുമ്പോഴാണ് കോമരങ്ങളെല്ലാം അശ്വതി കാവതീണ്ടുന്നത്. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്, അതായത് ഭരണി നാൾ, കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ഭക്തർക്കുള്ളത് അശ്വതി നാൾ വരെയാണ്, അശ്വതി കാവതീണ്ടൽ വരെയാണ്. 12 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ദർശനത്തിന് വേണ്ടവർ 12 മണിക്ക് മുമ്പ് അശ്വതി നാളിൽ, അതായത് 21-ാം തീയതി വരണം. ഭരണി നാളിൽ രാവിലെ തന്നെ നട തുറന്നു കഴിയുമ്പോൾ തമ്പുരാൻ നിലപാട് തറയിൽ വന്ന് ഭരണിക്ക് വന്നിരിക്കുന്ന കുറച്ച് ഭക്തരെ ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം ഭക്തരും അശ്വതി കാവതീണ്ടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിരിയും. ഇവിടെയുള്ള ഭക്തർക്ക് പൊരി വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതുപോലെ തന്നെ നട 7 ദിവസം അടച്ചിടുമ്പോൾ ആ 7 ദിവസം എന്ന് പറയുന്നത് ഭക്തർക്ക് ദർശനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മച്ചിൽ എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ ഒരു നെറ്റിപ്പട്ടം പിരിക്കും. ആ ഒരു ചടങ്ങ് ഭരണി നാളിലാണ് നടക്കുന്നത്. മാത്രമല്ല ഈ ചികിത്സ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഭഗവതിക്ക് ഔഷധം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ സങ്കല്പത്തിൽ അവിടെ വരിയരി പായസം നേദ്യം കഴിക്കുന്ന ഒരു ചടങ്ങും ഭരണി നാളിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭരണി ആശംസകൾ. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭക്തരും ഇവിടെ സെക്യൂരിറ്റികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഭരണി മഹോത്സവം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കണം. അമ്മേശ്വരണം ദേവീശ്വരണം.